ഇപ്പൊ MLA ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. ശശിധരന്റെ MLA ഇന്ന് എനിക്ക് വേണ്ടി ഒന്ന് വിഡ്രോ ആ പരാതി ഒന്ന് പിൻവലിച്ചുക. അത്ര എനിക്ക് പറയാനുള്ളൂ. നമുക്ക് ചെയ്യാം. നമ്മൾ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞതല്ല, അങ്ങനെ പോസിറ്റീവായി അത് ആ രൂപത്തിലാക്കാൻ കഴിയുന്നില്ലേ? അതെ അതെ, MLA അത് ചെയ്ത് ഞാൻ എന്താ പറയാ, വളരെ സിമ്പിൾ ആയിട്ട് സാധാരണ മനുഷ്യന്മാരുടെ മലയാളം ഭാഷ മലപ്പുറത്ത് പറയുന്ന പോലെ പറയുകയാണെങ്കിൽ 25 വർഷം കൂടെ സർവീസ് കൊണ്ട് ഞാൻ MLAയോട് കടപ്പെട്ടിരിക്കും. അത്രേ ഉള്ളൂ. എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഉറപ്പുള്ള കാര്യല്ലേ നമ്മളിപ്പോ എന്തായാലും. അത് എന്റെ ഒരു കാര്യപ്രാപ്തിക്ക് വേണ്ടി ഞാൻ പറയുന്നതല്ല. എന്തായാലും വയസ്സ് 25ാമത്തെ വയസ്സ് സർവീസിൽ കയറിയതാ. DGP ആയിട്ട് റിട്ടയർഡ് ചെയ്യാൻ ആരോഗ്യവും ആയുസും തന്നാൽ ഈശ്വരൻ. അതുവരെ ഞാൻ MLAയോട് കടപ്പെട്ടിരിക്കും. MLA ഒരു സഹോദരനോട് സംസാരിക്കുന്ന പോലെ അങ്ങനെയൊക്കെ കരുതാൻ പറ്റും എനിക്കറിയില്ല. MLAക്ക് ഒരു സഹോദരനെ പോലെ കരുതാൻ പറ്റിയെങ്കിൽ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ എന്നെയും കൂടെ വെച്ചേക്കണം. ഞാൻ നിലമ്പൂരുകാരൻ അല്ലെങ്കിൽ പോലും. അല്ലാതെ കുഴപ്പമില്ല. നമുക്കിപ്പോ അതുപോലുള്ള ഒരുപാട് ബ്രദേഴ്സ് നാട് മുഴുവൻ പല ഭാഗത്തുണ്ടല്ലോ. നിലമ്പൂര് മലപ്പുറം ഒന്നും റിലേഷൻഷിപ്പിന് ബാരിക്കേഡല്ലല്ലോ. അപ്പോ ഞാൻ നോക്കട്ടെ. നാളെ മലപ്പുറത്തേക്ക് ട്രിവാൻഡ്രം പോകാൻ പറ്റുമോ നോക്കുന്നു. ഞാൻ ട്രെയിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റന്നാളത്തേക്ക് തീരുമാനം. അതെ അതെ അതെ, വളരെ വഷളാണ് അവസ്ഥയ്ക്കല്ലേ വഷളായിക്കൊണ്ട് പോയി. ഇനിയിപ്പം കുറെ സ്ത്രീകൾ ഇതിനെ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടല്ലേ? അതെ അതെ, സ്റ്റേറ്റ്മെന്റ്. ഞാൻ പിന്നെ ആ വാർത്തയെ ശ്രദ്ധിക്കാറില്ല. കാരണം ആ മേഖല നമ്മള് സിനിമാ മേഖലയായിട്ട് നമുക്ക് ഒരു ബന്ധമില്ല കഴിഞ്ഞ 10-15 വർഷമായിട്ട്. അതുകൊണ്ടത് വേറൊരു വാർത്തയില്ലല്ലോ. അതുകൊണ്ട് വാർത്ത തന്നെ ഇപ്പൊ നോക്കാറില്ല. എപ്പോ തുറന്നാലും ഇതാണുള്ളത്. അതെ അതെ. പിന്നെ വേറെന്തൊക്കെയാണ് സ്ക്രീൻ?